ഈ സീസണില് അനീഷ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി, ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും പറയുന്നതാണ്, അനീഷ് കഴിഞ്ഞാൽ എനിക്ക് ഈ സീസണിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മത്സരാർത്ഥി ഷാനവാസ്. ടോപ്പ് 3യിൽ വന്നു നിന്ന് ഔട്ടായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ അനീഷ് ജയിക്കണം എന്നതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഷാനവാസ് ഈ ഒരു സീസൺ ജയിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഷാനവാസ് ഈ ഒരു വിജയകിരീടം നേടണം എന്നുള്ളതായിരുന്നു. പക്ഷെ പലപ്പോഴായിട്ട് പുള്ളിയുടെ ഗെയിം താഴെ പോയിക്കൊണ്ടിരുന്നു. അത്ര നന്നായിട്ട് മികച്ച രീതിയിൽ അങ്ങ് ഉയരാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഉണ്ടല്ലോ, ഈ സീസണിൽ ഒരു മാസ് കഥാപാത്രമായിരുന്നു. മാസ് കഥാപാത്രം, എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാസ് ഗെയിമാണ് ഷാനവാസ് ഹൗസിനുള്ളിൽ കാഴ്ചവെച്ചത്. ഷാനവാസിന്റെ ആ ഒരു മാഷപ്പ് കണ്ടിട്ട് കിളിപോയി. അത്രയും മികച്ച രീതിയിലുള്ള ഒരു മാഷപ്പാണ്. എല്ലാ ഇമോഷൻസും ഉള്ള ഒരു അങ്ങനത്തെ ഒരു മാഷപ്പ് ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല വിന്നറുടെ പോലും ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മാഷപ്പ് ഉണ്ടാവും എന്നുള്ളത്. ആ ലെവല് അത്രയും മികച്ചൊരു മാഷപ്പാണ്. ഇനി അനീഷിന്റെ മാഷപ്പ് ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം റണ്ണറപ്പ് ആണല്ലോ. അപ്പൊ അത് അങ്ങനെ അങ്ങ് അവസാനിക്കാനാണ് സാധ്യത. അപ്പോ ഷാനവാസ് വെൽ പ്ലേഡ്, മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ച് മൂന്നാമത് വന്നു. ഈ സീസണിലെ വളരെ മികച്ചൊരു പ്ലെയർ ആയിരുന്നു. നിങ്ങൾക്കറിയാം എന്തുമാത്രം ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്നുള്ളത്. സീസണിന്റെ തുടക്കത്തിലൊന്നും വേറെ ആർക്കും വോട്ട് ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഷാനവാസിന് വോട്ട് കയറുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ അത്രയും മികച്ച രീതിയിൽ ഓഡിയൻസ് ഗെയിം കളിച്ച് മുന്നേറി വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. ലാലേട്ടൻ പോലും ചോദിക്കുന്നുണ്ട്, ഈ സീസണിലെ ടോപ്പ് 2 വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണല്ലോ, എന്ത് പറ്റി? ഷാനവാസ് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അനീഷിന്റെ കൂടെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ലാലേട്ടൻ എന്നെയും അനീഷിനെയും കൈപിടിച്ച് ഇവിടെ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പിന്നെ അനീഷിനെ പറ്റി പറയുന്നുണ്ട്, അനീഷ് ഈ സീസൺ വിജയിക്കും എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ആ സുഹൃത്തിലുള്ള ഒരു വിശ്വാസമാണ്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന്റെ ഗെയിമാണ്. അതൊക്കെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ. ഷാനവാസിന് ഇതൊന്നും ഒരു ഗെയിം ആയിരിക്കില്ല, അനീഷുമായിട്ടുള്ള ആ ഒരു സൗഹൃദം കേട്ടോ. അത് അത്രയും ആത്മാർത്ഥമായ ഒരു സൗഹൃദം ആയതുകൊണ്ടാണ് അനീഷ് ജയിക്കണം എന്ന് ഷാനവാസ് അവിടെ പറഞ്ഞത്. ആ ഒരു വേദിയിൽ അപ്പോ ഷാനവാസിന് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ അനീഷിന്റെ പേര് തന്നെ ഷാനവാസ് പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോ ഇതൊക്കെയാണ് ഷാനവാസിന്റെ കാര്യങ്ങൾ. വെൽ പ്ലേഡ്. ഇനിയും മികച്ച രീതിയിൽ ഷാനവാസിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഷാനവാസ് എഴുതിയ ഒരു സിനിമയോ അല്ലെങ്കിൽ ഡയറക്ട് ചെയ്തൊരു സിനിമയോ ഒക്കെ കാണാൻ പറ്റട്ടെ. നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. ആരോഗ്യമൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അനീഷുമായിട്ടുള്ള സൗഹൃദമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്, ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.